വാർത്തകളിലേക്ക്. വഖഫ് ബിൽ റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. ബില്ല് ചർച്ച ചെയ്ത സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ടാണ് ഇന്ന് പാർലമെന്റിൽ വെക്കുന്നത്. റിപ്പോർട്ട് സഭയിൽ വെക്കുമ്പോൾ പ്രതിപക്ഷം പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഈ ഒരു വഖഫ് ബില്ലിനെ സംബന്ധിച്ച് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിലും വലിയ ചർച്ചകളും അതേപോലെ തന്നെ സംഘർഷാവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ നാടകീയ രംഗങ്ങളൊക്കെ നമ്മൾ തന്നെ ആ വാർത്ത കണ്ടതാണ്. അതോടൊപ്പം തന്നെ പിന്നീട് ഇത് സംയുക്ത പാർലമെന്ററി സമിതിയിൽ നിന്ന് ഇത് പാസ്സായതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. കാരണം അവിടെയും പ്രതിപക്ഷം എതിർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംയുക്ത പാർലമെന്ററി സമിതിയിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ വരെ ഈ ഒരു ബില്ലിനെ എതിർക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്നിത് സഭയിലേക്ക് വെക്കുമ്പോൾ എന്തൊക്കെ കാണേണ്ടി വരും നമ്മൾ? കാളിദാസ്, പാർലമെന്റിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്റ് സമിതിയുടെ റിപ്പോർട്ട്. അതിന്ന് സമർപ്പിക്കുമ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ഭേദഗതി വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളെല്ലാം തന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ആ ബില്ല് പിന്നീട് സംയുക്ത പാർലമെന്റ് സമിതിയിലേക്ക് പോകുന്നു. അവിടെ ആ ബില്ലിൽ 16 ഭരണപക്ഷാംഗങ്ങളും 11 പ്രതിപക്ഷാംഗങ്ങളുമാണ് ആ ബില്ലിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത്. പിന്നാലെ ആ ബില്ല് ആ റിപ്പോർട്ട് അതിന് പിന്നാലെയാണ് ഈ സഭയിലേക്ക് വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. നിരവധി ഭേദഗതികൾ ഈ ബില്ലിൽ വരുത്തിക്കൊണ്ടാണ് ഈ നിരവധി പുതിയ മാറ്റങ്ങൾ ഈ ബില്ലിൽ വരുത്തിക്കൊണ്ടാണ് ഭേദഗതി കൊണ്ടുവരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ അമുസ്ലിങ്ങളായ ആളുകളെല്ലാം തന്നെ ഈ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ആ ഭേദഗതിയിൽ ആ മാറ്റത്തിൽ പറയുന്ന കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പ് അതിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്ന് ഈ സഭയിലേക്ക് ഈ വിഷയം വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും പാർലമെന്റ് ഇരുസഭകളിലും ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംയുക്ത പാർലമെന്റ് സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം സഭ ഇന്ന് ഈ ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ സെഷൻ ഇന്ന് പിരിയാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. എന്തായാലും ഇന്ന് പ്രധാനമായും പാർലമെന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ JPCയുടെ റിപ്പോർട്ട്, സംയുക്ത പാർലമെന്റ് സമിതിയുടെ റിപ്പോർട്ടാണ് പ്രധാനമായും ഉള്ളത്. ആ റിപ്പോർട്ട് ഇന്ന് ഇരുസഭകളിലേക്ക് എത്തുമ്പോൾ എന്തായാലും വലിയൊരു പ്രതിഷേധത്തിനാണ് സാധ്യത എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാളിദാസ്, ഈ ഘട്ടത്തിൽ തീർച്ചയായും ഇന്ന് ഈ ഒരു സഭയിൽ എത്തുമ്പോൾ പ്രതിഷേധം ഉയർന്നേക്കുമെന്നുള്ളത് സുനിശ്ചിതമാണ്. ഏറ്റവും പ്രധാനം, ഈ ഒരു സംയുക്ത പാർലമെന്ററി സമിതിയിൽ തന്നെ ചെറിയൊരു മാർജിനിലാണ് ഇത് പാസ്സായി പോയത് എന്നുകൂടിയുണ്ട്. കാരണം 14-10 എന്നുള്ളൊരു ഭൂരിപക്ഷത്തിലാണ് ഇത് സഭയിലേക്ക് എത്തുന്നത്. നിരവധി കാര്യങ്ങൾ പ്രതിപക്ഷം നിർദ്ദേശിച്ചിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു അത് പിന്നീട് പാസ്സാക്കിയത് എന്നുള്ളതും കൂടിയാണ്. ഈ നിർദ്ദേശങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരിക്കില്ലേ ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം സഭയിൽ മിക്കവാറും കാണുക നമ്മൾ? കാളിദാസ്, തീർച്ചയായും ബില്ലുമായി ബന്ധപ്പെട്ട് ജഗദംബിക പാൽ, JPC അധ്യക്ഷനായ ജഗദംബിക പാലാണ് ഈ റിപ്പോർട്ടെന്ന് സഭയിൽ സമർപ്പിക്കുക. എന്തായാലും ഈ സമ്മേളന കാലയളവിൽ തന്നെ ഇത് പാസ്സാക്കുക, ഈ വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കുക എന്ന് തന്നെയാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള നീക്കത്തിനാണ് സാധ്യത ഉണ്ടാവുക. എന്തായാലും ഈ ബില്ല് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് ബില്ല് JPC അംഗീകരിച്ചത്. അതിൽ 16 MP, ഈ ഭരണപക്ഷത്തെ 16 MP അതിനെ അനുകൂലിച്ചപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് 11 പേർ എതിർക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് ഈ പാർലമെന്റ് അവതരിപ്പിച്ച കരട് രേഖയിൽ 14 ഭേദഗതികൾ വരുത്തിയാണ് ഈ ബില്ലിന് JPC അംഗീകാരം നൽകിയത്. ഈ പ്രതിപക്ഷം നിർദ്ദേശിച്ച 44 ഭേദഗതികൾ അത് വോട്ടിനിട്ട് തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ ഈ അന്തിമ റിപ്പോർട്ട് പരിശോധിക്കാൻ ആവശ്യമായ സമയം നൽകിയില്ലെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യം, പ്രധാനമായും അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ കേന്ദ്ര സർക്കാർ നേരത്തെ ഈ സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ 2024 ഈ ഓഗസ്റ്റ് 8-നായിരുന്നു, 2024 ഓഗസ്റ്റ് 8-നായിരുന്നു ഈ സംയുക്ത പാർലമെന്റ് സമിതിക്കായി വിട്ടത്. അതിന് പിന്നാലെയാണ് ചർച്ചകൾക്ക് ശേഷം ഭേദഗതികളെല്ലാം തള്ളി ആ ബില്ല്, ആ റിപ്പോർട്ട്, പാർലമെന്റ് സമിതിയുടെ റിപ്പോർട്ട് സഭയിലേക്ക് എത്തുന്നതെന്നതാണ് ശ്രദ്ധേയമായി പറയേണ്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അമുസ്ലിങ്ങളായ ആളുകൾ ഉൾപ്പെടെ ഈ വഖഫ് ബോർഡ് ഭരണസമിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം കൂടി ഉണ്ട് എന്നതാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ബില്ലിൽ വരുന്ന മാറ്റവുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യം. എന്തായാലും നിരവധി മാറ്റങ്ങളെല്ലാം തന്നെ ബില്ലിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാകും ഈ ബില്ല് പാസ്സാക്കുക എന്നതാണ്
പറയേണ്ട ഒരു കാര്യം. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ തന്നെ ഇതിന് ഭാഗമായി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും രാവിലെ 11 മണിക്കാണ് പാർലമെന്റ് ചേരുന്നത്. അതിനുശേഷം ഈ വിഷയം, അല്ലാതെ ഈ റിപ്പോർട്ട് സഭയിലേക്ക് എത്തും. എന്തായാലും സഭയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഈ ബജറ്റ് സമ്മേളനത്തിന്റെ ഈ കാലയളവിൽ തന്നെ ഈ ബില്ല് പാസ്സാക്കാനാണ് ലക്ഷ്യമിടുന്നത്.